നമസ്കാരം. സെൻട്രൽ മാഗസിനിലേക്ക് പതിവ് പോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആലോചിക്കുകയായിരുന്നേ, ആവശ്യത്തിൽ കൂടുതൽ കാലുകളുള്ള ജീവികളാണ് ഞണ്ടുകൾ. പക്ഷേ അവയ്ക്ക് എങ്ങോട്ടും ഓടി രക്ഷപ്പെടാനാവുന്നില്ല. കാരണം ഒരു ഞണ്ട് കയറിപ്പോകുമ്പോൾ ആ ഞണ്ടിൻ്റെ കാല് വാരാൻ സഹഞണ്ടുമാർ റെഡിയാണ്. എന്തൊരു ദുഷ്ടത്തരവും നമ്മൾ ചിലപ്പോൾ ആലോചിക്കും. പക്ഷേ അതല്ല സംഭവം. ഈ കയറിപ്പോകുന്ന ഞണ്ടിൻ്റെ കാലിൽ കടിച്ചു തൂങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഈ സഹ ഞണ്ടുമാർ. ചുരുക്കം പറഞ്ഞാൽ ഒരുത്തിനെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്നൊരു സ്ഥിതി അത് സംജാതമാക്കും. ഞണ്ടുകൾ പരസ്പരം സഹായിച്ചില്ലെങ്കിലും മനുഷ്യരെ അവർ സഹായിക്കുന്നുണ്ട്. നമ്മളുടെ ജീവിതം സെറ്റാക്കാൻ ഞണ്ടിന് കഴിയുന്നുണ്ട്. വിദേശ നാണ്യം നേടിത്തരാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ഞണ്ട്. ഞണ്ട് കൊഴുപ്പിക്കുന്നതിലൂടെ അങ്ങനെ പോക്കറ്റിൽ നിറച്ച് പൈസ ഉണ്ടാക്കുന്ന യുവ പ്രതിഭകളുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ സെൻട്രൽ മാഗസിൻ ആദ്യം പറയുന്നത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് അഥവാ കുഫോസിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളായ അരുൺദാസും അശ്വതിയും സഹപാഠികളും സുഹൃത്തുക്കളുമായിരുന്നു. പഠനശേഷം പരസ്പരം ഇഷ്ടപ്പെട്ട അവർ വിവാഹം കഴിച്ചു. പ്രത്യേകത അതിലൊന്നുമല്ല. ഇപ്പോൾ നൂതന സംവിധാനത്തിലൂടെ ഞണ്ട് കൃഷി നടത്തി വിജയിപ്പിച്ച് കയറ്റുമതി ചെയ്യുന്ന സംരംഭക പ്രതിഭകളാണ് ഈ ദമ്പതികൾ. ഞങ്ങൾ BFSC MFSC ഒരുമിച്ച് തന്നെയാണ്. ഞാനും എൻ്റെ വൈഫ് അശ്വതി MFSC തന്നെയാണ്, മാസ്റ്റർ ഇൻ അക്വാകൾച്ചറാണ്. അപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്നത് കരിമീൻ്റെ ജെനറ്റിക് ബ്രീഡിങ് കാര്യങ്ങളിലാണ്. അപ്പോൾ എന്നെ ഹെൽപ്ഫുള്ളാണ്, കംപ്ലീറ്റ് ആണ്. ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്ന സ്റ്റാർട്ടപ്പിൻ്റെ കോഫൗണ്ടർ പുള്ളി തന്നെയാണ്. അപ്പോൾ മാക്സിമം എല്ലാ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യയിൽ എവിടെയായാലും ട്രാവൽ ചെയ്യുകയാണെങ്കിലും, ഇനിയിപ്പോൾ കർഷകർക്ക് എക്സ്റ്റൻഷൻ വർക്ക് ആയാലും എല്ലാം അദ്ദേഹത്തിൻ്റെ ഹെൽപ്പും കൂടെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകാറുണ്ട്. ഇത് കൂടാതെ നമുക്കൊരു ഇതൊരു ഇന്നോവേറ്റീവും കൂടെ ആയിട്ടുള്ള സെഷൻ ആയതുകൊണ്ട് തന്നെ പുള്ളിയുടെ ബ്രെയിൻ കൂടെ ഇതിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ VHSCയിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞണ്ട് കൃഷി എന്ന് പറയുന്നതിൽ ഒരു ചെറിയ പിശകുണ്ട്. 500 രൂപയ്ക്ക് പഞ്ഞിയണ്ടിനെ വാങ്ങി ഒരു മാസം തീറ്റ കൊടുത്ത് 2500 രൂപയ്ക്ക് വിൽക്കുന്ന ഞണ്ട് കൊഴുപ്പിക്കൽ എന്നതാണ് ഇവർ നടത്തുന്ന പ്രക്രിയ. ശരിക്കും ഒരു ഞണ്ടിൻ്റെ പൂർണ്ണ വളർച്ച വരുന്നത് ഏകദേശം ഒരു 1.5 വർഷമാണ്. പൂർണ്ണ വളർച്ചയെന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദന ഒരു കിലോ സൈസിലേക്ക് എത്തുന്നതിന്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫാറ്റനിങ് ആണ്. അതായത് തോട് പൊഴിഞ്ഞ് കിട്ടുന്ന ഞണ്ടുകൾക്ക് പൊതുവെ മാർക്കറ്റ് കുറവാണ്. ഇപ്പോൾ മാർക്കറ്റിൽ 600 രൂപ വിലയുണ്ട്. ഒരു 2023 കാലഘട്ടത്തിൽ 400 രൂപ വരെ ആയിരുന്നുള്ളൂ. ഇപ്പോൾ 600 രൂപ വിലയുണ്ട്. ഫിഷർമാനിന് 300-350 രൂപ വരെ നേരത്തെ കിട്ടിയിരുന്നു. ഇപ്പോൾ അവർക്ക് 500 രൂപ വരെ ലഭ്യമാകുന്നുണ്ട്. ഈ മാർക്കറ്റിൽ കുറവുള്ള ഞണ്ടിനെ കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ കൊടുത്തിട്ടാണ് നമ്മളതിനെ ഫാറ്റൻ ചെയ്യുന്നത്. അതിന് ഏകദേശം 30 തൊട്ട്, ഞണ്ടിൻ്റെ സൈസ് അനുസരിച്ചിരിക്കും, ഒരു 300 ഗ്രാം തൊട്ട് 600 ഗ്രാം വരെയുള്ള ഞണ്ടാണെങ്കിൽ 20 ദിവസത്തിനുള്ളിലാവും. 600 ഗ്രാം തൊട്ട് 800-900 ഗ്രാം ആണെങ്കിലും 30-35 ദിവസവും, 1 കിലോയ്ക്ക് മേളിലാണെങ്കിൽ 45 മുതൽ 60 ദിവസം വരെ ഞണ്ട് ഉറയ്ക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ബിരുദാനന്തര പഠനകാലം മുതൽ അക്വാകൾച്ചർ രംഗത്തെ സംരംഭക സാധ്യതകൾ ഇവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ നടത്തിയ പഠന ഗവേഷണങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുന്നത്. 2018 ബാച്ചാണ്, ബാച്ചലർ ഓഫ് ഫിഷറീസ് സയൻസ് എന്ന് പറയും, BFSC ആണ്. നമുക്കിപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസ് പനങ്ങാട് കൊച്ചിയിലാണുള്ളത്. അവിടെ ICRൻ്റെ കീഴിലുള്ളൊരു കോഴ്സാണ്. BFSC കഴിഞ്ഞു. BFSC കഴിയുമ്പോൾ തന്നെ ഇതൊരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്, ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, 4 വർഷത്തെ ഡിഗ്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പാഷൻ ഇതിലേക്ക് തോന്നുകയും ആ ഒരു സമയത്ത് തന്നെ ഞാൻ 2022 കാലഘട്ടങ്ങളിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ഫേം, ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തുളകളിട്ട ബാരലുകളിൽ ഞണ്ടിനെ വളർത്തുന്ന രീതിയാണ് ആദ്യം പരീക്ഷിച്ച് വിജയിപ്പിച്ചത്. കുളങ്ങളിലും കായലുകളിലും ഞണ്ടിനെ വളർത്തുമ്പോൾ അവ പരസ്പരം ആക്രമിക്കുകയും തീറ്റയാക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കാൻ പലതും പരീക്ഷിച്ചു. അങ്ങനെയുള്ളതിലും പരിമിതികൾ ഉണ്ടായപ്പോഴാണ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ബാരൽ രീതി പരീക്ഷിച്ചത്. നമുക്കിത് കരയിലും ചെയ്യാമെന്നുള്ളതാണ് ഞണ്ട് കൃഷിയുടെ മറ്റൊരു പ്രത്യേകത. ഞങ്ങൾ അക്വേറിയം കീപ്പ് ചെയ്യുന്ന പോലെ തന്നെ ഞണ്ടിനെ വീടുകൾക്കുള്ളിലും അല്ലെങ്കിൽ കരപ്രദേശത്തും ചെയ്യാമെന്നുള്ളൊരു രീതിയിലാണ് നമ്മളിത് ഇൻവെൻറ്റ് ചെയ്തത്. ഇപ്പോൾ സാധാരണ ഞങ്ങളും ചെയ്തിരുന്നത്, എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ നമ്മൾ പഠിച്ചു വന്നതൊക്കെ ഫിഷറീസ് തന്നെയാണ്. BFSC MFSC പഠിച്ചു. അതിന് ശേഷമാണ് ഇപ്പോൾ കൃഷിയിലേക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ കായലിലും കുളത്തിലൊക്കെ ചെയ്തു നോക്കി. പക്ഷേ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണം കുറയും. കാനിബോളിസമാണ്, പരസ്പരം കഴിക്കുന്ന പ്രവണതയുള്ളൊരു ജീവി ആയതുകൊണ്ട് തന്നെ എണ്ണം കുറയുന്നുണ്ട്. രണ്ടാമത്തത് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ, നമ്മുടെ മൺസൂണൊക്കെ വളരെയധികം ദൂരത്തേക്ക് മാറി. ഇപ്പോൾ ഏകദേശം 8 മാസം വരെ മഴ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുവെള്ളം ലഭ്യമല്ലാതാകുന്നു. പിന്നെ വരത്തൻ കല്ലുമ്മക്കായ പോലെയുള്ള കുറേ ഇൻഫെസ്റ്റേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ പുറമേയുള്ള വളർച്ച വളരെ കുറവാണ്.
അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ച് നമുക്കൊരു ഇൻഡോർ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ചിന്തിച്ചാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറിയത്. ചൂട് മൂലം ഞണ്ട് ചത്തുപോകുന്ന പ്രശ്നങ്ങൾ ഈ ബാരൽ ഹാങ്ങിങ് രീതി മൂലം ഒഴിവായി. അതിനുശേഷം കുറച്ചുകൂടി കരയിൽ ഞണ്ട് കൃഷി ചെയ്യാനുള്ള രീതിയുടെ ഭാഗമായാണ് ഇവർ PVC പൈപ്പിൽ ഞണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. ഉപ്പുവെള്ളം ലഭ്യമല്ലാത്ത സ്ഥലത്തും കിണർ വെള്ളത്തിൽ ഉപ്പ് കലക്കി ഞണ്ടിനെ കൊഴുപ്പിച്ചെടുക്കാം എന്നതാണ് ഈ രീതിയുടെ ഗുണം. സ്ഥലപരിമിതിയുള്ളവർക്ക് ഞണ്ട് വളർത്താൻ ഏറെ പ്രയോജനപ്പെടുന്ന രീതിയാണിത്. ഓരോ ഞണ്ടും ഓരോ പ്രത്യേക റൂം തിരിച്ച് അതിൻ്റെ ഉള്ളിൽ വെള്ളം കൃത്യമായി കൊടുത്ത് വേസ്റ്റ് കൃത്യമായി കളഞ്ഞ് ഫീഡ് കൊടുത്ത് അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനം ഓക്സിജൻ അടക്കം കൊടുത്ത് വളർത്തുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ തന്നെ ചെറിയൊരു രൂപമാണ് ബക്കറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡെയിലി ഞണ്ടിന് ആവശ്യമായിട്ടുള്ള പോഷകാഹാരവും അതിനാവശ്യമായിട്ടുള്ള നമ്മളിപ്പോൾ ശ്വസിക്കുന്ന ഓക്സിജൻ പോലെ തന്നെ അവർക്ക് ഓക്സിജൻ ലഭിക്കണമെങ്കിലും അവരുടെ ഓസ്മോ റെഗുലേഷൻ ആന്തരാവയവങ്ങളിലെ രക്തചംക്രമണം അടക്കം നടക്കണം എന്നുണ്ടെങ്കിൽ ഉപ്പുവെള്ളം ആവശ്യമാണ്. ഉപ്പുവെള്ളത്തിൻ്റെ അളവ് നമ്മൾ കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്ത് ചെറിയ അക്വേറിയങ്ങളിൽ പോലെ തന്നെ ബക്കറ്റുകളിലാണ് 50 ലിറ്ററിൻ്റെ ബക്കറ്റുകളിലാണ് നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത്. ഈ 2 രീതികളാണ് നമ്മൾ ചെയ്യുന്നത്. റീസർക്കുലേഷനും ബക്കറ്റ് ഫാമിംഗ് എന്ന് പറയുന്ന 2 കൃഷി രീതികളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ശുദ്ധജലത്തെ ഉപ്പുവെള്ളമാക്കി മാറ്റിയാണ് ഞണ്ട് കൃഷി ചെയ്യുന്നത്. 8 ഇഞ്ചിൻ്റെ PVC പൈപ്പിനുള്ളിലാണ് ഞണ്ടിനെ വളർത്തുന്നത്. 25 ദിവസം കൊണ്ട് തന്നെ ഞണ്ടിനെ നല്ല രീതിയിൽ തൂക്കവർദ്ധന ഉണ്ടാവും. RIS എന്ന് പറയും, റീസർക്കുലേറ്ററി അക്വാകൾച്ചർ സിസ്റ്റമാണ്. അതായത് നമ്മളൊരു മിനറൽ മിക്സിനകത്ത് ക്രാബിനെ വളർത്തുന്നതാണ് പരിപാടി. അത് വാട്ടർ ക്രാബിനെ കിട്ടും. അതിന് നമ്മളൊരു 40 to 45 ഡേയ്സ് കൊണ്ട് മഡാക്കിയിട്ട് സെല്ല് ചെയ്യുന്നതാണ് പരിപാടി. ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ക്രാഫ്റ്റ് ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഇപ്പോൾ അരുണാണെങ്കിലും റീറ്റെയിൽ സെയിൽസ് അരുണുണ്ട്, അരുൺ റിട്ടേൺ എടുക്കുന്നുണ്ട്. അതുകൂടാണ്ട് എക്സ്പോർട്ടേഴ്സിന് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞണ്ട് വളരുന്ന കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക് പുതിയ വെള്ളം വരാനും ഞണ്ടിൻ്റെ കാഷ്ടവും ഭക്ഷണാവശിഷ്ടങ്ങളും പുറത്തു കളയാനുമുള്ള സൗകര്യങ്ങൾ കമ്പാർട്ട്മെൻറ്റിലുണ്ട്. നമ്മൾ പുറമേ കൃഷി ചെയ്യുന്ന രീതികളിൽ കുറേ മിത്തുകളുണ്ട്. ഇപ്പം ഞണ്ടുകൾ മറ്റു ഭക്ഷണങ്ങൾ ചെളി തിന്നും, കപ്പ തിന്നും, അതുപോലെ തന്നെ ഇവർ എന്താ പറയുക മൈഗ്രേറ്റ് ചെയ്യുന്നത് ശുദ്ധജലത്തിൽ കിടക്കും. അങ്ങനെ കുറേ മിത്തുകളുണ്ട്. അതുപോലെ 1 സെൻറ്റിൽ നമുക്ക് 200 ഞണ്ട് വരെ വളർത്താം എന്നുള്ളൊക്കെ കുറേ മിത്തുകളുണ്ട്. അങ്ങനെയല്ല, ഇവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈഡ് ഔട്ട് കൊടുത്ത് ഒളിച്ചിരുന്ന് ഫാറ്റൻ ചെയ്യേണ്ട ഒരു രീതി. അതുകൊണ്ടാണ് മഡ് ക്രാബ് എന്ന് വിളിക്കുന്നത്. മണ്ണിലിരുന്ന് അല്ലെങ്കിൽ മഡിനോട് സിമിലർ ആയിട്ടുള്ള കളർ കിട്ടി ഹൈഡ് ഔട്ട് ചെയ്തിരിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് മഡ് ക്രാബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ പറയും. വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൊണ്ടുവരുന്നതിനെ ക്വാറൻറ്റൈൻ ചെയ്ത് അക്ലിമേറ്റൈസ് ചെയ്ത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ വെള്ളവുമായി പൊരുത്തപ്പെടുത്തുക എന്ന രീതിയാണ്. അതെല്ലാം ചെയ്തിട്ടാണ് ശാസ്ത്രീയപരമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. വെള്ളത്തിൻ്റെ അസിഡിറ്റി, രാസഘടന എന്നിവ കൃത്യമായി പരിശോധിക്കണം. സ്വയം കൃഷി ചെയ്യുന്നതിനൊപ്പം മറ്റ് കർഷകരെ പഠിപ്പിക്കാനും ഇവർ തയ്യാറാവുന്നുണ്ട്. പനങ്ങാട് മേഖലയിൽ മാത്രം ഏതാണ്ട് 80ഓളം കൃഷിക്കാർക്ക് ഇതിനകം പരിശീലനം നൽകിക്കഴിഞ്ഞു. ഇതോടൊപ്പം കേരളത്തിനകത്തും പുറത്തും നിരവധി ക്ലാസുകളും എടുക്കുന്നുണ്ട്. നമുക്കിത് കൂട് കൃഷിയിൽ ചെയ്തപ്പോൾ തന്നെ നമുക്കിതിനൊരു സാമ്പത്തിക ലാഭം ലഭ്യമായപ്പോഴത്തേക്കും കുഫോസുമായിട്ടും ഈ പറഞ്ഞ CCRI ഒക്കെ ആയിട്ട് ഇൻക്യുബേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കർഷകരിലേക്ക് ഒരു എക്സ്റ്റൻഷൻ വർക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിന് ഈ ഫീസ് നമ്മൾ ഈടാക്കുന്നുണ്ട്. അത് നമ്മൾ ഈ ക്യാമ്പസിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്യാമ്പസ് ഫീസായിട്ടും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ഫുഡ് അറേഞ്ച് ചെയ്യുക അങ്ങനെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ചെറിയ രീതിയിൽ അവർക്കൊരു സ്റ്റാർട്ടപ്പ് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയാലും ഒരു 6 തൊട്ട് 8 മാസം വരെ അവർക്കൊരു ഇനീഷ്യൽ ഓൺലൈൻ സ്റ്റാർട്ടപ്പ് എന്ന രീതിയിലും കൊടുക്കാറുണ്ട്. കയറ്റുമതിക്കായാണ് പ്രധാനമായും ഞണ്ട് കൊഴുപ്പിക്കുന്നത്. ചൈന, കൊറിയ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ ആളുകളുടെ ഇഷ്ടവിഭവമാണ് ഞണ്ട്. അതുകൊണ്ട് തന്നെ ആഘോഷവേളകളിൽ വില കുതിച്ചുയരും. പൊതുവേ നമുക്കിപ്പോൾ കേരളത്തിൽ പൊതുവേ ആൾക്കാർ വളരെ കുറവാണ് കഴിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് തന്നെ ഏകദേശം 30 കിലോളം ക്രാബിൻ്റെ ഓർഡറുണ്ട്. അത് എക്സ്പോർട്ടിംഗ് ഏജൻസികൾക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ചെന്നൈയിൽ നിന്നാണ് പൊതുവേ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റ് സിറ്റികൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, മഹാരാഷ്ട്രയിൽ മുംബൈ പോലെ സിറ്റികളിലുള്ള ആൾക്കാരും ഇത് വളരെ നന്നായിട്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ മുന്നിലത്തെ വർഷം വരെയും പോയിക്കൊണ്ടിരുന്നത് തായ്ലാൻഡ്, സിംഗപ്പൂർ, മലേഷ്യ, ചൈന പോലെയുള്ള വിദേശ രാജ്യങ്ങളിലേക്കാണ്. അപ്പോൾ ചെന്നൈയിൽ നിന്നാണ് ഇത് പോയിക്കൊണ്ടിരുന്നത്. എക്സ്പോർട്ട് ഓറിയൻറ്റഡായിട്ടാണ് കൂടുതലും ഇതിൻ്റെ മാർക്കറ്റ് വരുന്നത്. ഇവിടെയും ആയി വരുന്നുണ്ട്, ആൾക്കാർ അവെയർ അല്ല, ഇപ്പോൾ ആയി വരുന്നുണ്ട് കൂടുതൽ. ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിൻ്റെ ലെഗിൻ്റെ സൈസ്, പിന്നെ അതിൻ്റെ ആക്ടിവിറ്റി, പിന്നെ അതിൻ്റെ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടോ, അതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് മാത്രമേ എക്സ്പോർട്ട് പോവുള്ളൂ. മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു കൊടുക്കുന്ന പഞ്ഞിഞ്ഞണ്ടിന് തീറ്റ നൽകി വളർത്തിയാൽ 1 മാസത്തിനകം തോടിന് കട്ടിവയ്ക്കും.
വലിയ ഞണ്ടുകൾക്ക് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ 20 മുതൽ 40 ദിവസം വരെ വേണ്ടി വന്നേക്കാം. 1 കിലോയിലേറെ തൂക്കമുള്ള XXL ഞണ്ടുകൾക്ക് 3000 രൂപ വരെ വില ലഭിക്കുന്നു. വാട്ടർ ക്രാബും മഡ് ക്രാബും ഉണ്ട്. വാട്ടർ ക്രാബ് എന്ന് പറഞ്ഞാൽ തോട് പൊഴിഞ്ഞ് കുറച്ച് സമയമായിട്ടുള്ള ക്രാബിനെയാണ് വാട്ടർ ക്രാബ് എന്ന് പറയുന്നത്. അതിന് മാംസം തീരെ കുറവായിരിക്കും. മഡ് ക്രാബ് എന്ന് പറയുമ്പോഴത്തേക്കും തോട് പൊഴിഞ്ഞതിന് ശേഷം ഏകദേശം 1 മാസത്തിനടുത്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിന് മഡ് ക്രാബ് എന്ന് അതിൽ മീറ്റ് ഉണ്ടാവും. അപ്പോൾ ആ മീറ്റുള്ള ക്രാബിന് വേണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത്. ഫിനാൻഷ്യലി പ്രോഫിറ്റബിൾ ആണ് ഈ സാധനം. കാരണം നമ്മൾ ഓൾറെഡി അക്വാകൾച്ചറിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ലാസ്റ്റ് 4 years ആയിട്ട് അക്വാകൾച്ചറിൽ തന്നെ ഉള്ളവരാണ്. അപ്പോൾ അതിൽ നമ്മൾ ഓപ്പൺ പോണ്ടിൽ നാച്ചുറൽ പോണ്ടിലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അപ്പാർട്ട് ഫ്രം ദാറ്റ് അത് ഒരു നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന ഒരു കൾച്ചറാണിത്. അതായത് വെള്ളം കാര്യങ്ങളെല്ലാം നമ്മുടെ ഇതിലാണ്, കൺട്രോളിലാണ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് നമുക്ക് ആനിമലിനെ അത്ര ഹെൽത്തി ആയിട്ട് ഓർഗാനിക്കായിട്ട് നമുക്ക് ഫാം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉള്ളത്. നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും ഇത് എടുക്കാനും ആൾക്കാരുണ്ട്, എക്സ്പോർട്ട് പോകുന്നുണ്ട് നമുക്ക്. പക്ഷേ ഇതിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ക്രാബിൻ്റെ ഹാച്ചറീസ് വളരെ ചുരുക്കമാണ്. അതിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. സീസൺ നോക്കി ഉൽപ്പാദനം ക്രമീകരിച്ചാൽ മികച്ച നേട്ടം ഉറപ്പാക്കാം. ശ്രദ്ധയോടെ കൃഷി ചെയ്താൽ എക്സ്പോർട്ട് ക്വാളിറ്റിയുള്ള ഞണ്ടുകളെ തന്നെ ഉൽപ്പാദിപ്പിക്കാനാവും. അപ്പോൾ തൂമ്പ് വെച്ച് കയറ്റി ഇറക്കിയുള്ള കൃഷിസ്ഥലങ്ങളായിരുന്നു പണ്ട് തൊട്ടേ നമ്മുടെ ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. ഒപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ സ്ഥലം അരൂക്കുറ്റിയാണ്. അരൂക്കുറ്റിയിലുള്ള വള്ളക്കാരും ഫിഷർമാനൊക്കെയാണ് കൂടുതലായിട്ടും ഞണ്ടിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീടാണ് ഇതിനെ ഫാറ്റൻ ചെയ്യുക എന്നുള്ളൊരു രീതിയിലേക്ക് എത്തിയത്. നമ്മൾ ചെയ്യുന്നതും ഫാറ്റനിങ് ആണ്. ഏതൊരു ജീവിയെപ്പോലെ ഇതൊരു ക്രസ്റ്റേഷ്യൻ വിഭാഗത്തിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ തോട് പൊഴിക്കുക എന്നതാണ് ഇവർ വലുതാകാനുള്ള അല്ലെങ്കിൽ ഇവരുടെ ഗ്രോത്ത് പാരാമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ വലുതാവുമ്പോൾ നമ്മുടെ ഷർട്ടൊക്കെ ചെറുതാവുന്ന പോലെ തന്നെ ഞണ്ട് വലുതാവുമ്പോൾ അല്ലെങ്കിൽ ചെമ്മീൻ വലുതാവുമ്പോൾ അവരുടെ എക്സോസ്കെൽട്ടൻ എന്ന് പറയാം. നമ്മളെപ്പോലെയല്ല, ഉള്ളിലല്ല ഇവർക്ക് ബോണുള്ളത്, പുറത്താണ് സ്കെൽട്ടൻ ഉള്ളത്. അപ്പോൾ ആ സ്കെൽട്ടൻ ചെറുതാകും. അപ്പോൾ അവർക്ക് അത് പൊട്ടിച്ച് പുറത്തേക്ക് വന്ന് പുതിയതായിട്ട് മാറണം. അപ്പോൾ ഞണ്ടിൻ്റെ ഒരു പ്രത്യേകത, ഇത് മാറുമ്പോൾ ഏകദേശം 50 മുതൽ 80% വരെ ശരീരഭാരം കൂടാൻ ചാൻസ് ഉണ്ട്. ആ ഒരു രീതിയാണ് നമ്മളിവിടെ അവലംബിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഞണ്ട് വന്നിരുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടവേളയായിട്ട് ചെമ്മീൻ കെട്ടുകളിലാണ് വളർത്തിയിരുന്നത്. ഇപ്പോഴും കേരളത്തിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഞണ്ട് വളർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആന്ധ്രയിലും ഒഡീഷയിലൊക്കെ ആണെങ്കിൽ അവിടെ ഏകദേശം ഏക്കർ കണക്കിന് ഏരിയകളിൽ 1 ഏക്കറിന് 1000 എന്ന തോതിൽ ഞണ്ട് വളർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഞണ്ട് കൃഷി ചെയ്താൽ രണ്ടുണ്ട് കാര്യം. പോഷകസമൃദ്ധമായ വിഭവങ്ങൾ ആസ്വദിക്കാം, ഒപ്പം കയറ്റുമതി ചെയ്ത് പോക്കറ്റ് നിറയ്ക്കാം.